ജ്യോതി, ഒന്നുകൂടി നോക്ക്. അവിടെ നിന്റെ ചുറ്റിനും കാണുന്ന എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് എന്നോട് പറയൂ. അയ്യോ എന്റെ പൊന്നു ഹിറ്റ്ലറെ, അങ്ങനെ വിശദമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഹലോ 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 ജ്യോതി, ഹലോ 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 ജ്യോതി, ഹലോ ഹലോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ, ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. ഹലോ ഹിറ്റ്ലർ, അയ്യോ ഈ സമയത്താണോ സിഗ്നല് പോകുന്നത്? എന്റെ ജീവൻ ഒരു വിലയില്ലേ സിഗ്നല്. എന്റെ ഭഗവാനെ, ഞാനിപ്പോ ചത്തുപോകും. സുധാകരൻ നായർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ബാങ്ക് ഇപ്പൊ തന്നെ വലിയ നഷ്ടത്തില. എങ്ങനെയെങ്കിലും പണം തിരിച്ചടച്ചേ പറ്റൂ. മരുമകൻ വലിയ കോടീശ്വരനല്ലേ, അയാൾക്കിത് നിസ്സാര തുകയല്ലേ. നിങ്ങൾക്ക് അയാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം. ഇത് തന്നെ മാക്സിമം ടൈമാണ്. എനിക്കറിയാം സാറേ, പരിചയത്തിന്റെ പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ഈ സഹായത്തിന് നന്ദിയുണ്ട്. പക്ഷേ ഒരു പക്ഷവുമില്ല. സുധേട്ട സംസാരിക്കും, സംസാരിച്ചേ പറ്റൂ. സുധാകരൻ നായര് ഇതില് നാണക്കേടെന്ന് വിചാരിക്കണ്ട. മരുമകന് മകന്റെ സ്ഥാനമാ, ചെയ്യേണ്ട കടമയുണ്ട്. നാളെ തന്നെ സുധേട്ടൻ പോയി സംസാരിക്കും. ജലജ ഒന്ന് പറഞ്ഞുകൊണ്ടാ ഞാനിത് ചെയ്യുന്നത്. ഒരു മാസം മാക്സിമം, അതിനകം പണം അടച്ചിരിക്കണം. അടയ്ക്കാം സാർ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. അപ്പോ ശരി. പറഞ്ഞ പോലെ. ശരി സാർ. എന്നാലും അത് വേണോ ആശാലതേ? വേണം. നിങ്ങൾ തന്നെ പോയി സംസാരിക്കണം. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. പിന്നെ ദീപാവലി ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അമരാവതിയിലേക്ക് ഒന്നുകൂടി പോവാം. നാണം കെട്ടാലും വേണ്ടില്ല. സുധേട്ട, ഇതിനകത്ത് ഒരു നാണക്കേടുമില്ല. നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മൾ ചെന്ന് സഹായം ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. DK നമ്മളെ സഹായിക്കും, എനിക്ക് ഉറപ്പാ. ഈ CCTV ക്യാമറകളെല്ലാം ഒറ്റയടിക്ക് കേടായത് എങ്ങനെ? മോനെ, അത് ഇന്നലത്തെ ഇടിമിന്നലിന് പോയതായിരിക്കും. ബേട്ടാ, എന്റെ ജ്യോതി മോൾക്ക് എന്താ പറ്റിയത്? അമ്മേ, ജ്യോതി ആരോ തട്ടിക്കൊണ്ടുപോയി. എന്റെ കണ്ണ, ചോദിച്ചോ നീ? അവളിപ്പോ എവിടാ മോനെ? അതറിയില്ല. അവളൊരു വലിയ ഡ്രമ്മിനകത്താണെന്നാ പറഞ്ഞത്. ഡ്രമ്മിലോ? സ്ഥലം ഏതാണെന്ന് അവൾക്കറിയില്ല. മോനെ, അവളെ എങ്ങനെ രക്ഷിക്കണം. ഒരു പോറിന് പോലും ഏൽക്കാതെ നീ അവളെ തിരിച്ചു കൊണ്ടുവരണം. എടാ മോനെ, അവളോടുള്ള ദേഷ്യം എല്ലാം മറക്കണം. നിനക്ക് അവള് ശത്രുവാണെങ്കിലും അവളെ നിന്റെ ഭാര്യ. ഈ സമയത്ത് അവളെ നീ ഉപേക്ഷിക്കരുത്. അമ്മ എന്തായി പറയുന്നത്? അവളുടെ ജീവനേക്കാളും വലുതാണോ എന്റെ ദേഷ്യം? എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിക്കും മോനെ. കേട്ടിട്ട് എനിക്ക് ആകെ ടെൻഷനാവുന്നു. ഞാൻ ഇപ്പൊ തന്നെ പോവാം. അവളെയും കൊണ്ടേ തിരിച്ചു വരും. ലിറ്റിൽ കണ്ണ, ഗുരുവായൂരപ്പ, ഒരാപത്തും വരാതെ എന്റെ മരുമോളെ നീ എനിക്ക് തിരിച്ചു തരണേ കണ്ണാ. അവളുടെ ജീവനൊരാപത്തും വരുത്തല്ലേ നീ. അമ്മ ടെൻഷൻ അടിക്കണ്ട. അവളുടെ കാര്യം അമ്മയ്ക്ക് അറിയില്ലേ. ഏതെങ്കിലും ഒരു ആഘോഷം നടക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അവളുടെ ജ്യോതിയെ DK കൂട്ടിക്കൊണ്ടുവരും. ഈ അമ്മ ഇങ്ങനെ കരഞ്ഞ ബഹളം വെച്ചിട്ടാ DK അവളെ അന്വേഷിച്ചു പോയത്. എന്തിനാ ഒരു ആവശ്യമില്ലാതെ അമ്മ ഇങ്ങനെ കരയുന്നത്?
Shut up. എന്റെ മരുമകള് ഈ വീട്ടിൽ തിരിച്ചു വരുന്നവരെ ആരും എന്നോട് സംസാരിക്കണ്ട. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. DK അമ്മയുടെ മരുമകളെ കൊണ്ടുവരും. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ദീപാവലി കഴിയും. അമ്മ സമാധാനിക്ക്. ജ്യോതി വരും. അവള് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷേ ഇപ്പൊ നടക്കുന്ന പൂജ പൂർത്തിയാക്കണം. ദീപാവലിയില് ലക്ഷ്മി പൂജ തുടങ്ങിയ ശേഷം ഇങ്ങനെ പാതിയിൽ മുടങ്ങുന്നത് അശുഭമാ. പൂജ കഴിഞ്ഞാലെങ്കിലും ജ്യോതി തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഇപ്പോഴീ പൂജ തുടങ്ങണ്ടേ അമ്മ? തൽക്കാലം മായേച്ചി പൂജ ചെയ്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ചിത്ര പറഞ്ഞത് ശരിയമ്മേ. ഞാൻ ഈ പൂജ ചെയ്യാം. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജ്യോതിക്ക് വേണ്ടി നമുക്ക് ഈ പൂജ നടത്താം അമ്മേ. അതെ, നിങ്ങൾ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കും. ഇവിടെയുള്ള നിങ്ങളുടെ എല്ലാ സ്ഥാനവും അവകാശങ്ങളും എപ്പോഴും നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാൻ ഇവിടെ ആരും വരില്ല. എന്റെ മോനും ജ്യോതിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ദീപാവലിയല്ലേ ഇത്? അതുകൊണ്ട് അവള് വന്നാൽ മാത്രമേ ഈ പൂജ നടക്കൂ. ജ്യോതിയല്ലാതെ വേറെ ആരും ഈ പൂജ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ മയക്ക് അങ്ങനെ പൂജ ചെയ്യാവുന്ന ആരും വ്യാമോഹിക്കുകയും വേണ്ട. മനസ്സിലായല്ലോ? ഗോ 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 ഗോന്ന്. എന്റെ കണ്ണ, എന്റെ ബേട്ടി നീ നോക്കിക്കോണേ. ഇതിന്റെ കാവൽക്കാരൻ ഞാൻ അകത്തുണ്ടെന്നറിയാതെ ഡോർ അടച്ച് സ്ഥലം വിട്ടു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ ഉറക്കെ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല. ശ്വാസം മുട്ടി ഞാൻ മരിക്കുമെന്ന് തോന്നി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെ? എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, കോമഡി ആയിരിക്കും. അല്ല, ട്രാജഡി. അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഈ ട്രാജഡി പറ്റിയത്. നീ എന്നെ കളിയാക്കുവാണോ? അയ്യോ, നിങ്ങളല്ലേ പറയുന്നത് കേൾക്കാൻ. കേട്ട കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഇതിനാണ് നിന്നോട് ഞാൻ ഈ കഥ പറഞ്ഞത്. ഇതുപോലെ സ്മാർട്ടായിട്ടിരിക്കും. ഞാൻ അവിടേക്ക് എത്താറായി. അതെ, നീ ഒന്ന് ശ്രദ്ധിച്ചേ. എവിടുന്നെങ്കിലും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്തുപറ്റി? കണ്ണടച്ചപ്പോ ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം? നമ്മുടെ കല്യാണം. ഓ ഷിറ്റ്. നിങ്ങൾ ആരാ? സുരേഷ് ഗോപിയോ? ഇതിനിടയ്ക്കിടയ്ക്ക് ഷിറ്റ് പറയാൻ? ഓ, ഇപ്പൊ തന്നെ 3-4 തവണയായി. അല്ല, മമ്മൂട്ടി. ജോസഫ് അലക്സ് IAS, ദ കിങ്. നീയേ അവിടെ അത് എണ്ണിക്കൊണ്ടിരുന്നോ? കൊള്ള. ഈ ഓഞ്ഞ മോന്തയും കള്ളവയറും ആമവാദം പിടിച്ചതുപോലെയുള്ള നടത്തവും കൊണ്ടങ്ങ് ചെന്നേച്ചാ മതി. മമ്മൂട്ടിയല്ല, അമിതാഭ് ബച്ചനാവും. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയോണ്ടല്ലോ. ദേ, മര്യാദയ്ക്ക് ചുറ്റിലും വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ നോക്ക്. സിത്താര. വാ.
തമ്പുകോ സാർ. സിത്താര, നീ എന്താ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പാടില്ലേ? ജീവിതം അടുത്തുപോയ ഞാനെന്നല്ല ആരും ആത്മഹത്യ ചെയ്യും. എനിക്കിനി ജീവിക്കണ്ട. സിത്താര, കരയാതിരിക്കെ. എന്തു പ്രശ്നമായാലും പരിഹരിക്കാം. സിത്താര, ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. പറ, എന്താ സിത്താര പ്രശ്നം? നീ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്താ കാര്യം? ഡീക്കയോ? അതൊക്കെ കഴിഞ്ഞിട്ട് നാളുകളായില്ലേ? അല്ല, അയാൾ ഇപ്പോ നിന്നോടെന്താ ചെയ്തേ? ഇതുവരെ നീ ഒന്നും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല അല്ലേ? എനിക്കതിന് കഴിയില്ല. ഡീക്കയുടെ ചതി ഞാനങ്ങനെ മറക്കും? അതുമൂലം എനിക്കും എന്റെ കുടുംബത്തിനുണ്ടായ അപമാനവും നഷ്ടവും എത്ര വലുതാണെന്നറിയോ? അമരാവതിയിലെ മരുമകളാകാൻ പോയ മകൾ വിവാഹം മുടങ്ങി തിരിച്ചു വന്നത് കണ്ട് ഹൃദയം തകർന്നു പോയ ഒരു അച്ഛന്റെ അമ്മയുടെ വേദന എന്താണെന്നറിയോ? ആരെത്ര ശ്രമിച്ചാലും ദീപാവലി പൂജയ്ക്ക് മുൻപ് നീ പുറം ലോകം കാണില്ല ജ്യോതി. മൈജി, മൈജി, ഡീക്കയുടെ ഫോണും ജ്യോതിയുടെ ഫോണും ഒരേപോലെ ബിസിയാ. ദേ, ഡീക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ജ്യോതിയോട് തന്നെയാ. ഡീക്കെ അധികം താമസിയാതെ ജ്യോതിയെ കണ്ടെത്തും. അവളെ രക്ഷിക്കുകയും ചെയ്യും. ഒരുപാട് തവണ ഞാൻ ചോദിച്ചിട്ടും മായച്ചി സത്യം പറഞ്ഞില്ല. ഇനിയെങ്കിലും പറയും, ഇതില് മായച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എല്ലാവരും ജ്യോതിയെ കാണാതെ വെപ്രാളത്തിൽ നടന്നപ്പോഴും മായച്ചി ഉള്ളിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഡീക്കയും ജ്യോതിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ചേച്ചിയുടെ കണ്ണുകളിൽ ഞെട്ടൽ കണ്ടു. സത്യം പറ മായച്ചി, എന്താ ഉണ്ടായത്? മിണ്ടി പോരുത്. അതെ, നീ ഊഹിച്ചത് ശരിയാ. അവളെ കാണാതാവാൻ കാരണം ഞാൻ തന്നെയാ. ഡീക്കയും ജ്യോതിയും തമ്മില് പ്രശ്നങ്ങളുണ്ട്. അമരാവതിയിലെ മരുമക്കളാരും ജ്യോതിയെ അമ്മായിയമ്മയായിട്ട് അംഗീകരിക്കുന്നുമില്ല. അവിടെ നിന്നും അവളെ ഇറക്കി വിടാൻ അവർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഭാഗ്യം ഇപ്പോഴും എപ്പോഴും അവളുടെ പക്ഷത്താ. താരേച്ചി എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനില് എനിക്ക് താരേച്ചിയെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ, താര എന്തെങ്കിലും പറഞ്ഞോ? അന്ന് ആശ്രമത്തിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും താരേച്ചിയാ. ജ്യോതിയെ അപകടപ്പെടുത്താനുള്ള ഒരു നീക്കത്തിനും
അവരാരും കൂട്ടു നിൽക്കില്ല. എങ്ങനെയെങ്കിലും മനം മടുത്ത് ജ്യോതി സ്വയം ഇറങ്ങിപ്പോകുന്ന ഇപ്പോഴും അവരുടെ വിചാരം. ഹേയ്, അതൊരിക്കലും സംഭവിക്കില്ല. പുറമേ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും ജ്യോതിക്കും DKയ്ക്കും ഇടയിൽ എന്തോ ഒരു ബന്ധം മറഞ്ഞു കിടപ്പുണ്ട്. പിന്നെ ഭാഗ്യം, അതൊന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോഴും അമരാവതിയിൽ പിടിച്ചു നിൽക്കുന്നത്. അത് കാണുമ്പോഴാ എനിക്ക് പിന്നെയും ഭ്രാന്ത് കൂടുന്നത്. എനിക്ക് അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ സഹോദരി താമസിക്കുന്ന വീടാണത്. എന്നാലും നിന്നോട് DK ചെയ്തതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ലെന്നാ എന്റെ അഭിപ്രായം. നിനക്ക് DKയോടും ജ്യോതിയോടും പ്രതികാരം തീർക്കണം. അതല്ല ഇപ്പൊ നിന്റെ ആവശ്യം? അതെ. ശരി, നിന്നെ ഞാൻ സഹായിക്കാം. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നത് പോലെ വേണം നീ കേൾക്കാൻ. എന്താ, പറ്റുമോ? പറ്റും. എന്റെ പ്രതികാരം തീർക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ജ്യോതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ എന്റെ ജീവിതം തട്ടിയെടുത്ത് അവൾ അമരാവതിയിലെ റാണിയായിട്ട് വാഴണ്ട. സമ്മതിക്കില്ല ഞാൻ. അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന എന്ത് വേഷവും കെട്ടും ഞാൻ. എന്തും. തരുൺ, നീ എന്തായി കാണിക്കുന്നേ? എനിക്കവനെ കൊല്ലണം. കൊള്ളാം. അതിനാണോ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ മദ്യപിക്കുന്നത്? DK വീഴ്ത്തണമെങ്കിൽ നീ ഇങ്ങനെ മദ്യപിച്ച് ബോധം കളയല്ല വേണ്ടത്. ബുദ്ധി പ്രവർത്തിപ്പിക്കണം. ഓരോ നിമിഷവും അവനെ തകർക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കണം. അതാ വേണ്ടത്. അല്ലാതിങ്ങനെ. എന്റെ പണമെല്ലാം കൊണ്ടുപോയില്ലേ? പണം വരികയും പോവുകയും ചെയ്യും. പക്ഷെ മനസ്സിലെ മുറിവുകൾ മായില്ല. അത് ഉണങ്ങണമെങ്കിൽ DKയുടെ ചോര വീഴ്ത്തുക തന്നെ വേണം. എനിക്കത് വേണം മൂർത്തി. അതെ, എനിക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. മൈ ലിറ്റിൽ കണ്ണ, ഒരു കുഴപ്പവും കൂടാതെ എന്റെ ജ്യോതിമോളെ ഇങ്ങ് തിരിച്ചു തരണേ. മൈ ലിറ്റിൽ കണ്ണ, നീ ഇത്രയ്ക്ക് ഫാസ്റ്റ് ആണോ? ദേ, അവരെത്തിയെന്ന് തോന്നുന്നു. താങ്ക്സ് കണ്ണ, വെരി വെരി താങ്ക്സ്. ഞാൻ എന്റെ മോളെ ഒന്ന് പോയി കാണട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ.
എന്താ? എന്തിനാ നിങ്ങൾ വന്നത്? ഡി കെ ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ. എന്താ സർ? അതൊക്കെ പറയാം. ജ്യോതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? എന്റെ കുട്ടിക്ക് എന്തു പറ്റി? അവൾ എവിടെ സർ? നിങ്ങളുടെ മരുമകളുടെ കാര്യം അന്വേഷിക്കാനല്ല ഞങ്ങൾ വന്നത്. ഡി കെ അമ്മയെ അറസ്റ്റ് ചെയ്യാനാ. ഹലോ, എന്താ ശ്രീ? ഞങ്ങളിതാ ഉടനെ എത്തും. വാട്ട്? എന്നിട്ട് ആത്മഹത്യക്കുറിപ്പിൽ അമ്മയുടെ ഡി കെയുടെ പേര് ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. എത്രയും വേഗം അമ്മയെ രക്ഷിക്കണം. ഹലോ, ഞാൻ ഡി കെ. ഡി കെ സാറായിരുന്നു. എന്താ സാറേ വിശേഷം? തന്നോട് വിശേഷം പറയാൻ വിളിച്ചതല്ല ഞാൻ. എന്റെ അമ്മയുടെ. അമ്മയോ? അതിന് സാറിന്റെ അമ്മ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, അമ്മ ഇങ്ങോട്ട് വന്നെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? എടോ, എന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്റെയൊക്കെ സുഖവിവരം തിരക്കാൻ വന്നതല്ല. തന്റെ ആ ചൊറിയൻ സിയെ ഇല്ലേ, അമരാവതി വന്ന് എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാ. ഇല്ല സർ, അങ്ങനെ ഒരു അറിവും ഞങ്ങൾക്ക് ആർക്കുമില്ല. അല്ലെങ്കിൽ തന്നെ ഡി കെ സാറിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ആർക്കാ ധൈര്യം? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. പിന്നെ എന്ത് ധൈര്യത്തിലാ ആ സിയെ എന്റെ അമ്മയെ കൊണ്ടുപോയത്? അതിശയിക്കണ്ട, ഇത് ഞാനാ, അവിനാഷ്. എന്താ എന്റെ അമ്മയ്ക്ക് പറ്റിയത്? നിന്റെ പോലീസ് എന്റെ അമ്മയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഓർത്തോ, എന്റെ അമ്മയാ ആ സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പ് കയറ്റി കൊണ്ടുപോയത്. വിടില്ല ഞാൻ അവനെ. ഓ, എന്തൊരു മാതൃസ്നേഹം. നിങ്ങൾ കാരണം അമരാവതിയിൽ അമ്മ ഇപ്പൊ പൂജപ്പുര ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. നാളത്തെ പത്രങ്ങളിലും ചാനലിലും എരിവും പുളിയും ചേർത്ത് വാർത്തയും വന്നേനെ. പക്ഷേ എന്റെ ബന്ധുവായി പോയില്ലേ. തൽക്കാലം നിന്റെ അമ്മയെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അമ്മയെ ഞാൻ അമരാവതിയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇനി നീ വേറെ എവിടെ അന്വേഷിച്ച് നിൽക്കാതെ നേരെ ഇങ്ങ് പോരെ. നിന്റെ വണ്ടിയിൽ ജ്യോതി ഉണ്ടെന്ന് എനിക്കറിയാം. അവളെയും കൂട്ടി നീ ഇങ്ങ് പോരെ. പിന്നെ ഇത് ഞാൻ നിനക്കായിരുന്നൊരു ഗിഫ്റ്റാ, ദീപാവലി ഗിഫ്റ്റ്. ഇനി ജ്യോതി തന്നെ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന്. പറ ജ്യോതി, ആരാ ഇത് ചെയ്തതെന്ന് നിനക്കറിയോ? അറിയാം. എന്നോട് ഈ ചതി ചെയ്ത വ്യക്തി ഇവിടെ തന്നെയുണ്ട്. ഈ വീട്ടിലോ? ആര്? അതെ, നിങ്ങളുടെ മുന്നിലുണ്ട് ആ വ്യക്തി. ഇവളാ മായ. പോയി മായിച്ചിയുടെ കാര്യം ഇന്നത്തോടെ തീർന്നു. ബേട്ടി, നീ എന്തേ പറയുന്നത്? സത്യം. എന്നെ ഇവിടുന്ന് മയക്കി ഡ്രമ്മി കയറ്റി വിട്ടതിന് പിന്നിൽ മായ തന്നെയാ. അമ്മ ഇവളെ വെറുതെ വിടരുത്. മായേ, പറയൂ.
ഇവളീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കാര്യത്തിൽ അബദ്ധമോ അസത്യമോ പറയില്ല ഞാൻ. ഇവള് തന്നെയാ എന്നോടിത് ചെയ്തത്. അമ്മേ, ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് പോലീസ് വണ്ടി കയറി പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായല്ലേ? ആ CI അമ്മയോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? നോ മൈ സൺ. പക്ഷേ പ്രോബ്ലം അതല്ല. ആ പെൺകുട്ടി സിത്താര, നമ്മള് കാരണം അവൾക്ക് ഇങ്ങനെയൊരു മാനസികാവസ്ഥ ഉണ്ടായെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അമ്മേ, ആ ബേക്കറിക്കാര് ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം. എന്നിട്ടും ഇപ്പോഴും അവളെ രക്ഷിക്കാൻ ഞാൻ തന്നെ പോകേണ്ടി വന്നു. അന്ന് ജ്യോതിയും നീയും തമ്മിലുള്ള കല്യാണം നടന്നപ്പോ ജീവിതം നഷ്ടപ്പെട്ട സിത്താരയെക്കുറിച്ച് നമ്മൾ മറന്നുപോയി. അപമാനവും സങ്കടവും അവളെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചില്ലേ? കണ്ണാ, നീ അവളെ ചെന്നൊന്ന് കാണണം. സത്യത്തിൽ നീ തന്നെയാ അവളെ ഇതിലേക്ക് വലിച്ചഴച്ചത്. ജ്യോതിയോടുള്ള വിരോധം കാരണം അവളാണ് നിന്റെ ഭാര്യയെന്ന് നീ പ്രഖ്യാപിച്ചു. നിന്റെ ഭാര്യയാവാൻ വിവാഹവേഷമണി വന്ന അവൾക്കു പകരം നിനക്ക് ജ്യോതിയെ കെട്ടേണ്ടി വന്നു. വിധി, അല്ലാതെന്താ? ജ്യോതി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഹോ, അപ്പോ കള്ളം പറഞ്ഞത് ഞാനാണെന്നാണോ? കള്ളം പറഞ്ഞെന്നല്ല, നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. പുറമേ കാണിച്ചില്ലെങ്കിലും നിനക്ക് ഈഗോ കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. ഈ വീട്ടിലെ മൂത്ത മരുമകളെന്ന നിന്റെ അധികാരത്തിനേറ്റ അടിയായിരുന്നു ജ്യോതിയുടെ വരവ്. എന്താ, ശരിയല്ലേ? ഇത് നീ നിന്റെ സ്വന്തം വീടായിട്ടാ കാണുന്നത്. ആ പൊസസീവ്നെസ് ഞങ്ങളോടെല്ലാം നിനക്കുണ്ട്. എല്ലാവരുടെയും കാര്യം നിനക്ക് തന്നെ നോക്കണം. എല്ലാവരും നീ പറയുന്ന തന്നെ കേൾക്കണം. ജ്യോതി വന്ന് കയറിയതോടെ അതിനൊക്കെ ഒരു തടസ്സമായി അല്ലേ? അതുകൊണ്ടിപ്പോ എന്താ? ജ്യോതിയോട് എനിക്ക് എതിർപ്പുണ്ട്. അത് ശ്രീയേട്ടൻ പറഞ്ഞത് നേര് തന്നെയാ. പക്ഷേ അതിന് കാരണം DKക്ക് അവളെ ഇഷ്ടമല്ല എന്നത് തന്നെയാണ്. അവള് കാരണം DKയുടെ ജീവിതത്തിൽ ഇനി ഒരു ദുരന്തം കൂടി ഉണ്ടാവരുത്. അത്രയുള്ളൂ.